മക്കളെ, അപ്പൊ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരികയാണ്. നാളെയാണ് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ട്രയൽ അലോട്ട്മെന്റ് പോലെയല്ല, ട്രയൽ അലോട്ട്മെന്റിൽ നമുക്ക് എവിടെയാണെന്നതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ മാത്രമായിരുന്നു ട്രയൽ അലോട്ട്മെന്റ്. പക്ഷെ നാളെ വരാൻ പോകുന്ന ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സ്കൂളുകളിൽ ഏത് കോഴ്സ് കിട്ടുന്നോ ആ സ്കൂളിൽ പോയി നിങ്ങൾ ആ കോഴ്സിൽ അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അഖില മിസ്സേ, ചില കുട്ടികളെ സംബന്ധിച്ച് അവർ ആഗ്രഹിച്ച ഒരു സ്കൂളോ കോഴ്സോ ആവില്ല ചിലപ്പോൾ അലോട്ട്മെന്റ് വരും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താ ചെയ്യാൻ കഴിയും? അപ്പൊ നിങ്ങൾക്ക് ഏത് സ്കൂളാണ് ലഭിക്കുന്നതെങ്കിൽ പോലും, നിങ്ങൾക്ക് ആഗ്രഹിച്ച ഓപ്ഷൻ അല്ല ലഭിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ അവിടെ താൽക്കാലികമായെങ്കിലും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ആഗ്രഹിച്ച ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്ഥിരമായി പെർമനന്റ് ആയി ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പെർമനന്റ് ആയോ അല്ലെങ്കിൽ താൽക്കാലികമായോ എങ്കിലും നിങ്ങൾ എന്തായാലും അഡ്മിഷൻ എടുത്ത് നിങ്ങളവിടെ സീറ്റ് ലോക്ക് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ അഡ്മിഷൻ പ്രൊസീജിയർ തന്നെ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ താൽക്കാലികമായിട്ട് എടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചപ്പോൾ അവർ ആഗ്രഹിക്കുന്ന സ്കൂളുകളല്ല, അപ്പൊ അവർ ഫീസ് മുഴുവൻ അടച്ച് അഡ്മിഷൻ എടുക്കുന്ന ആവശ്യം ഇല്ല. അവിടെ അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് താൽക്കാലികമായിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്, അവിടെ ഫീസ് അടയ്ക്കേണ്ടതില്ല. ജസ്റ്റ് നിങ്ങളുടെ സീറ്റ് അവിടെ ലോക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇങ്ങോട്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് ഇവരിൽ എല്ലാവർക്കും ഫസ്റ്റ് അലോട്ട്മെന്റിൽ കാണില്ല. അപ്പം ഏറ്റവും കൂടുതൽ മാർക്കുള്ള ടോപ്പ് മാർക്കുള്ള സ്റ്റുഡൻസിനാവാൻ ചിലപ്പം അതിലൊരു സ്കൂളുകളും കോമ്പിനേഷൻ കിട്ടുന്നത്. അത് കൂടാതെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല എന്നോർത്ത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും വരാനായിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ്ലി സെക്കൻഡിലോ തേർഡിലോ വരും. നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമായിരിക്കാം. അപ്പം ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്ന ശേഷം ചില കുട്ടികൾ ടെമ്പററി ആയിട്ടൊക്കെ അഡ്മിഷൻ എടുക്കുകയുള്ളൂ. അപ്പം ആ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഒന്ന് മാറേണ്ടതായിട്ട് ആവശ്യം വരും. അപ്പം അടുത്തൊരു സെക്ഷനിൽ സെക്കൻഡ് അലോട്ട്മെന്റ് എന്തായാലും നിങ്ങൾ കയറി വരും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹിച്ച കോഴ്സ് ആഗ്രഹിച്ച സ്കൂളുകളിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.